സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഇത് 300 ഗ്രാം ക്യാരറ്റാണ് ഉള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കണം. ഇത് 150 ഗ്രാം പഞ്ചസാരയാണ് ഉള്ളത്. ഒന്നര ഗ്ലാസ് പാലും വേണം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ക്യാരറ്റ് ഹൽവ ഇഷ്ടമില്ലാത്തവർ ആരാണ് ഉള്ളത്? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇത് ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ലതാനും. വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യവുമുള്ളൂ. അല്പനേരം ഇളക്കിയെടുക്കണം. അതുമാത്രമാണ് ഇതിനുള്ള പണി. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം. പാലിൽ കിടന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് സോഫ്റ്റായി വരും. ഇതിൻ്റെ പച്ചമണവും മാറിക്കിട്ടും. അപ്പോഴാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അധിക പേരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാകും, തീർച്ചയാണ്. ഇനി ഇതിലേക്ക് 150 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറവാണ് വേണ്ടതെങ്കിൽ കുറച്ച് ഇട്ട് നോക്കിയ ശേഷം മധുരം കണക്കാക്കിയാൽ മതി. ചിലർക്ക് ഇതിന് നല്ല മധുരമില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലൊഴിച്ച പാല് മുഴുവൻ വറ്റി കിട്ടണം.
പാലിൽ കിടന്ന് വേവുന്നത് കൊണ്ട് ക്യാരറ്റിൻ്റെ സ്വാദ് നല്ല സ്വാദാണ്. ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കും. ഇത് നല്ലതുപോലെ ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കണം എന്നൊന്നുമില്ല. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ നല്ല സ്വാദാണ്. ഞാനിതിന് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തത്. വെള്ളം നല്ലതുപോലെ വറ്റി വരുന്നുണ്ട്. കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുണ്ടാക്കി കൊടുക്കാം. വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും എളുപ്പമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ കൈവശം എന്ത് നട്ട്സാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കടിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ചില കുട്ടികൾക്ക് അത് കടിക്കുന്നത് ഇഷ്ടമാവില്ല. അങ്ങനെയുള്ളവർ തുപ്പിക്കളയുകയാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ നെയ്യ് തേച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
നിങ്ങളും ഇതൊന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.